ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസ് എക്സ്പീരിയൻസിലെ പുതിയൊരു വീഡിയോ ആണ്. സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന സോണി ലാപ്ടോപ്പാണ്. നമുക്കൊന്ന് പവർ കൊടുത്തു നോക്കാം. പവർ എടുത്തിട്ടുണ്ട്. ജാക്കൊക്കെ ഓക്കെ ആയിരിക്കും. പവർ ബട്ടൺ പ്രസ് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ആവുന്നൊന്നുമില്ല. സിസ്റ്റം ഡെഡാണ്. സിസ്റ്റം ഓൺ ആവുന്നില്ല. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബോർഡിൽ പവർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പവർ സപ്ലൈയിൽ പവർ എടുക്കുന്നത് കാണിക്കുന്നത് കൊണ്ട് തന്നെ പവർ ജാക്കും അതുപോലെ ഏകദേശം 90 വോൾട്ടൊക്കെ ഏകദേശം ഓക്കെ ആയിരിക്കുമെന്ന് നമുക്ക് കരുതാം. പലരും ചോദിക്കാറുണ്ട് ഈ സ്റ്റെപ്പ് ആയിട്ടല്ലാതെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് പ്രോബ്ലം കണ്ടെത്തുന്നതൊക്കെ. അത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് എക്സ്പീരിയൻസിലൂടെ വരേണ്ട കാര്യമാണ്. എന്നാലും ഇപ്പോൾ ഇങ്ങനൊരു കാര്യം, അതായത് പവർ സപ്ലൈ നമ്മൾ ഏകദേശം ഈ പവർ കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം പവർ ജാക്കും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യേണ്ടതില്ല. ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം വോൾട്ടേജ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് വേണ്ടി 90 വോൾട്ട് ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞത് 90 വോൾട്ട് കാണുന്ന ഏതെങ്കിലും കപ്പാസിറ്റർ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ കാണുകയാണെങ്കിൽ മോസ്ഫെറ്റിന്റെ തൊട്ടടുത്ത് വരുന്ന കപ്പാസിറ്റർ ഒക്കെയാണ്. അതാണ് കണ്ടെത്താൻ എളുപ്പം 90 വോൾട്ട്. ഇവിടെയൊക്കെ കപ്പാസിറ്റർ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് കപ്പാസിറ്റർ ഉണ്ടല്ലേ, അതായത് ഈ മോസ്ഫെറ്റിനോട് അടുത്ത് വരുന്ന കപ്പാസിറ്റർ മിക്കവാറും ഒക്കെ 90 വോൾട്ട് ആയിരിക്കും. അപ്പം അതിനൊന്നും സ്കിമാറ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. വോൾട്ട് ഉണ്ട്. അപ്പോൾ പവർ സപ്ലൈയിൽ ആ ഒരു വോൾട്ടേജ് ഒക്കെ പവർ ഏകദേശം എടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ 90 വോൾട്ട് വന്നിട്ടുണ്ടായിരിക്കുന്നുള്ളത്. ഇപ്പം 90 വോൾട്ട് ഓക്കെയാണ്. സിസ്റ്റം ഓൺ ആകുന്നില്ല. നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ പവർ ബട്ടണിൽ പവർ ഉണ്ടോ എന്നുള്ളതാണ്. സിസ്റ്റത്തിന്റെ പവർ ബട്ടൺ ഇതാണ്. സിസ്റ്റത്തിന്റെ പവർ ബട്ടൺ വരുന്നത്. ഇത് 3 വോൾട്ട് കാണിക്കുന്നുണ്ട്. ത്രീ പോയിന്റ് 2 വോൾട്ട് വരുന്നുണ്ട്. കാണുന്നുണ്ടോ? 3.2 വോൾട്ട് വരുന്നുണ്ട്. അതായത് 90 വോൾട്ട് ഉണ്ട്. പവർ ബട്ടണിൽ വോൾട്ടേജ് വരുന്നുണ്ട്. എന്നാൽ സിസ്റ്റം ഓൺ ആവുന്നില്ല. ഈ പവർ ബട്ടൺ വർക്കിംഗ് ആണ് കേട്ടോ. പവർ ബട്ടൺ കൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാലും ഇപ്പോൾ തൽക്കാലം പവർ ബട്ടൺ ചെക്ക് ചെയ്ത് കാണിക്കാം. പവർ ബട്ടൺ വർക്ക് ചെയ്യേണ്ടതില്ല എന്നല്ല, പവർ ബട്ടൺ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ 3.2 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഈ ഇവിടെ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് 0 ആകണം. ഇപ്പോൾ 0 ആയി. ഇതാണ് പവർ ബട്ടൺ. ഇതാണ് പവർ ബട്ടന്റെ വർക്കിംഗ്. അപ്പോൾ ഇപ്പോൾ പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്. 3.2 വോൾട്ട് കാണിക്കുന്നുണ്ട്. പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ 0 വോൾട്ട് ആവുന്നുണ്ട്. പവർ ബട്ടൺ വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഓൺ ആവുന്നില്ല. സിസ്റ്റത്തിൽ എവിടെ ലൈറ്റ് പോലും കാണുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് 3 വോൾട്ട് 5 വോൾട്ട് ആണ്. അതുപോലെ ബയോസ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം 3 വോൾട്ട് 5 വോൾട്ട് ആണ്. 3 വോൾട്ട് 5 വോൾട്ട് കണ്ടെത്തണം എവിടെയെന്നുള്ളത്. അപ്പോൾ സോണിയുടെ ലാപ്ടോപ്പിൽ വരുന്ന പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു IC ആണ് സ്ഥിരമായിട്ട് 3 വോൾട്ട് 5 വോൾട്ട് വരാറുള്ളത്. അത് മിക്കവാറും ഒരുവിധ എല്ലാ മോഡലും വരുന്നത് ഈ ഒരു മോഡലാണ്. SN06 എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറാണ്. XN6080 എന്നൊക്കെ പണ്ടിലാണ് വരുന്ന നമ്പറാണ്. ഇതാണ് 3 വോൾട്ട് 5 വോൾട്ട് IC. ഇതിൽ അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ 3 വോൾട്ട് 5 വോൾട്ട് നമ്മൾ ഒന്നിന് സ്കിമാറ്റിക് ഇല്ലാന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് കണ്ടെത്തണം. അതുകൂടാതെ ഇതിൽ ലാസ്റ്റ് മോസ്ഫെറ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു പെയർ മോസ്ഫെറ്റാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അതായത് ഇതിൽ ഒരു ഡ്യുവൽ മോസ്ഫെറ്റ് ആണ്. ഇതാണ് ഡ്യുവൽ മോസ്ഫെറ്റ്. ഒരു ഡ്യുവൽ മോസ്ഫെറ്റ് ആണ്. ഒരു 3 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ടിന് ഡ്രൈവ് ചെയ്യുന്ന ഒരു മോസ്ഫെറ്റ് ആണ്. ഇതിനകത്ത് 2 മോസ്ഫെറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ പിന്നും മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് നമ്മുടെ മോസ്ഫെറ്റ് ചെക്ക് ചെയ്യുന്ന വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു മോസ്ഫെറ്റിൽ 3 വോൾട്ടും അല്ലെങ്കിൽ 5 വോൾട്ട് അതുപോലെ ബാക്ക് സൈഡിൽ ഇവിടെ വരുന്ന ഈ ഒരു മോസ്ഫെറ്റ് ഇതും ഇതേപോലെ തന്നെ ഡ്യുവൽ മോസ്ഫെറ്റ് ആണ്. ഇതിൽ 3 വോൾട്ട് 5 വോൾട്ട് വരുന്നത്. അതുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. ഇനി ഈ ഒരു മോസ്ഫെറ്റും കൂടി ചെക്ക് ചെയ്ത് നോക്കാം.
ഇതിലും വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് 3 വോൾട്ടും 5 വോൾട്ടും എന്തായാലും വരുന്നില്ല. ഇനി ചെക്ക് ചെയ്യുമ്പോൾ 3 വോൾട്ടിന് 5 വോൾട്ട് LDO ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഐ സി സോണിയിൽ വരുന്ന ഈ ഒരു IC നോർമൽ ലാപ്ടോപ്പിൽ ഒരുപാട് ഇത് സെയിം കോൺഫിഗറേഷനിൽ വരുന്ന അല്ലെങ്കിൽ സെയിം പിന്നിൽ വരുന്ന ICകൾ ഒരുപാടുണ്ട്. ഇത് SN60 എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറിൽ വരുന്നതാണ്. ഇത് കൂടാതെ TPS 51427, MAX 17020, RT8206, ISL 6236, ISL 6237 ഇതൊക്കെ ഏകദേശം ഒരേ പിൻ കോൺഫിഗറേഷൻ ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരേ പിന്നാണ് ഇതിന്റെ LDO പിന്ന്, അതുപോലെ ഇനേബിൾ ആക്കുന്ന പിന്നൊക്കെ സെയിം ആണ്. ഇത്രയും ICകൾ, അതായത് ലാപ്ടോപ്പിൽ ഒരുപാട് 51125 എന്നുള്ള IC കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 3 വോൾട്ട് 5 വോൾട്ട് IC ആണ് ഇതേപോലുള്ള IC. അതായത് നമ്പർ വ്യത്യാസമുണ്ട്, എന്നാൽ പല മോഡൽ നമുക്ക് സെയിം ആയിട്ട് തന്നെ നമുക്കത് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന IC കൂടിയാണത്. അപ്പോൾ എല്ലാത്തിൻ്റെ പിൻ കോൺഫിഗറേഷൻ ശരിക്കും പഠിച്ചിരിക്കണം. ഈ ഒരു ICയുടെ പിൻ നമ്പർ 7ലാണ് LDO പിൻ. ഈ LDO 5 വോൾട്ട് LDO ആണ്. അപ്പോൾ ഈ 5 വോൾട്ട് LDOയിൽ ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്ന സൈഡിൽ നിന്ന് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരിക്കും. മിക്ക ICയിലും ഈ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരിക്കും. കാണുന്നുണ്ടോ? ഇതാണ് IC, ഈ ഒരു കപ്പാസിറ്റർ. അത് ഏതാണെങ്കിലും ശരി, TPS 51427 ആണെങ്കിലും ശരി, RT8206 ആണെങ്കിൽ, ISL 6236 MAX 17020 ഏത് IC ശരി ഇതേപോലെ തന്നെ ആയിരിക്കും. ഇതിന്റെ ഈ ഒരു പിന്നിൽ തൊട്ടടുത്തായിട്ട് തന്നെ ഈ 7th പിന്നിലൊരു കപ്പാസിറ്റർ ആയിരിക്കും. ഇതിൽ 5 വോൾട്ട് വരണം. ഇതിൽ 5 വോൾട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ IC കംപ്ലൈന്റ് ആയിരിക്കും. അപ്പോൾ അതിന് മുന്നേ ഇതിന്റെ പിൻ നമ്പർ 6ൽ VIN വോൾട്ടേജ് വരണം. അപ്പോൾ ഈ ഒരു പിന്നിൽ 5 വോൾട്ട് ചെക്ക് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി 19 വോൾട്ട് വരുന്നുണ്ട് സിസ്റ്റത്തിൽ, നമ്മൾ ചെക്ക് ചെയ്തു മദർ ബോർഡിൽ. പിന്നീട് ഈ VIN ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം VIN വോൾട്ടേജ് ഇവിടെ ചെക്ക് ചെയ്യുന്ന പറഞ്ഞത് റിസ്ക് ആണ്. അതിന് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞത് ഈ 5 വോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ VIN ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. VIN വന്നിട്ടുണ്ടായിരിക്കും ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം, 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൽ 5 വോൾട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ 5 വോൾട്ട് LDO ആണ്. ഇതിന്റെ VIN ഓക്കെ, നമ്മൾ VIN ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ഇങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് നമ്മൾ മാറ്റിയിട്ട് എളുപ്പം മുന്നോട്ട് പോകുന്നത്. ഇനി വേണ്ടത് ഇതിൽ 3 വോൾട്ടും 5 വോൾട്ടും ഇനേബിൾ ആക്കണം. ഇനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് സെയിം നേരത്തെ പറഞ്ഞ അത്ര ICകൾക്ക് ഒരേ പിന്നാണ്. പിൻ നമ്പർ 14 പിൻ നമ്പർ 27 ഒരേപോലെയാണ്. പിൻ നമ്പർ 14 പിൻ നമ്പർ 27 ഈ ICയിലൊക്കെ ഇനേബിൾ ആക്കുന്നത് ഈ 2 പിൻ തന്നെയാണ്. അപ്പോൾ ഏത് IC ആണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ സീരീസിൽ ഏത് IC ആണെങ്കിലും ഒരേ പിന്നാണ്. അപ്പം പിൻ നമ്പർ 14 പിൻ നമ്പർ 27 ചെക്ക് ചെയ്ത് നോക്കാം. പിൻ നമ്പർ 14 16 15 പിൻ നമ്പർ 14 പിൻ നമ്പർ 14 വോൾട്ടേജ് ഒന്നുമില്ല. ഇനി സെയിം പിൻ നമ്പർ 27 പിൻ നമ്പർ 27 ഇതിലും വോൾട്ടേജ് ഒന്നുമില്ല. അപ്പോൾ പിൻ നമ്പർ 14 പിൻ നമ്പർ 27 വോൾട്ടേജിൽ, അതായത് 3 വോൾട്ടും 5 വോൾട്ടും ഇനേബിൾ ആക്കാനുള്ള പൾസ് അല്ലെങ്കിൽ സിഗ്നൽ വന്നിട്ടില്ല. ഈ 3 വോൾട്ടും 5 വോൾട്ടും ഇവിടെ വന്നിട്ടില്ല എന്നതുകൊണ്ട് ഈ IC കംപ്ലൈന്റ് ആകാനുള്ള ചാൻസ് കുറവാണ്. കാരണം അത് വന്നിട്ടാണ് ഈ 3 വോൾട്ടും 5 വോൾട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ IC കംപ്ലൈന്റ് ആയിരിക്കാം. ഇപ്പോൾ ഏതായാലും ഇത് 3 വോൾട്ടും 5 വോൾട്ടും ഇനേബിൾ ആക്കാനുള്ള സിഗ്നൽ ഇവിടെ പിൻ നമ്പർ 14 പിൻ നമ്പർ 27 വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് വരാറുള്ളത് ഒന്നുകിൽ ഡയറക്റ്റ് 19 വോൾട്ടിൽ നിന്ന് പവർ എടുത്തിട്ട് കൊടുക്കുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ENO അല്ലെങ്കിൽ IO കൺട്രോൾ നുവോട്ടോൺ വിൻബോണ്ട് ആരെങ്കിലും അതുപോലെ വരുന്ന ആരെങ്കിലും ഒന്നൊന്നായിരിക്കും. ഇവിടെ വരുന്നത് ഈ ഒരു നുവോട്ടോൺ IC ആണ്. ഇതിന്റെ തൊട്ടടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ചെറിയൊരു EC ബയോസ് ഉണ്ട്. ഇതൊക്കെ ഒന്നും സ്കിമാറ്റിക്കിന്റെ ആവശ്യമില്ല. ഈ പറയുന്ന ഒന്നിനും സ്കിമാറ്റിക്കിന്റെ ആവശ്യം, ഇതുവരെ പറഞ്ഞ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് സ്കിമാറ്റിക്കിന്റെ ഒരു ആവശ്യമില്ല. പിൻ നമ്പർ 14 പിൻ നമ്പർ 27 പിൻ നമ്പർ 7 ഒക്കെ ആ ICയുടെ പിന്ന്, അതായത് 30-32 പിന്നുള്ള ICയിൽ പ്രധാനപ്പെട്ട 4-5 പിന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇത് ബയോസ് ആണ് കണ്ടെത്താൻ 25 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആയിരിക്കും. 25 ഏതെങ്കിലും നമ്പർ വിൻബോണ്ട് ആണെങ്കിൽ ശരി, ഇനി ഏത് കമ്പനി 25 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ആയിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഒരു EC ബയോസ് ആണ്. അപ്പോൾ ഈ EC ബയോസ് ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൽ നിന്നായിരിക്കും ഈ 3 വോൾട്ട് 5 വോൾട്ടും വരേണ്ടത്. ഈ ഒരു ICയിലേക്കുള്ള 3 വോൾട്ടും 5 വോൾട്ട് ഇനേബിൾ ആക്കാനുള്ള പിന്ന് വരുന്നത് തീർച്ചയായിട്ടും ഈ നുവോട്ടോൺ അല്ലെങ്കിൽ IO കൺട്രോളർ എന്നായിരിക്കണം.
അപ്പോൾ IO കൺട്രോളർ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതിനിടയിലുള്ള ട്രാക്ക് കട്ടായി പോവുക, അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. IO എന്നായതുകൊണ്ട് അത് 19 വോൾട്ടിൽ നിന്ന് ഇവിടുന്ന് ഡയറക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 19 വോൾട്ടിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഇനേബിൾ ആക്കുന്ന പിന്നാണെന്നുണ്ടെങ്കിൽ അത് കട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ IO കൺട്രോളർ ആയതുകൊണ്ട് തന്നെ ആ ട്രാക്കോ കട്ടായി പോകുന്ന ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബയോസിന് ചാൻസ് കൂടി. ഈ ബയോസ് ആകാം ഇവിടെ നമ്മുടെ പ്രോബ്ലം. എന്നാൽ അതിന് മുന്നേ ചെക്ക് ചെയ്യുന്ന വേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 5 വോൾട്ടാണ് LDOയിൽ. ഇവിടെ 5 വോൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഈ 5 വോൾട്ടിലല്ല ഈ IO കൺട്രോൾ ഒന്നും വർക്ക് ചെയ്യുന്നത്. ഈ IO കൺട്രോളൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ 3 വോൾട്ടില്ല. മാക്സിമം വോൾട്ട് 3 വോൾട്ടാണ്. അതേപോലെ ഈ ICയുടെ ബയോസിന്റെ വോൾട്ടും 3 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ 5 വോൾട്ട് വന്നിട്ടുണ്ട്, ഇവിടേക്ക് 3 വോൾട്ടാണ് ആവശ്യമുള്ളത്. ഈ 3 വോൾട്ട് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് കൂടി നോക്കണം. അപ്പോൾ അതിനിടയിൽ ഒരു IC അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. അതായത് 5 വോൾട്ടിനെ 3 വോൾട്ട് ആക്കി മാറ്റാനുള്ള എന്തെങ്കിലും IC ഉണ്ടായിരിക്കണം. പല ബോർഡിലും TPS 51125 പോലത്തെ ICകളിൽ 5 വോൾട്ടും 3 വോൾട്ടും LDO ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു ICയിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ആ ICകളിലൊക്കെ 5 വോൾട്ട് മാത്രമേ LDO ഉള്ളൂ. അപ്പോൾ ആ 5 വോൾട്ട് ഇവിടെ 3 വോൾട്ട് ആയിട്ട് എത്തണം. അതിവിടെ എത്തുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ ഇതിൽ ഏതെങ്കിലും പിന്ന് ചെക്ക് ചെയ്യണം. അത് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇതേപോലത്തെ സോണി ബോർഡിലൊക്കെ വരുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇതേപോലെ ICകളുള്ള ഈ SN സീരീസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സീരീസ് ICകളുള്ള എല്ലാ ബോർഡിലും 3 വോൾട്ട് റെഗുലേറ്റ് ചെയ്തിട്ട് വേറൊരു ചെറിയ IC ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഈ ഒരു IC ആണ്. ഈ ഒരു IC ഇല്ലേ, ഇതാണ് ഈ 5 വോൾട്ടിനെ 3 വോൾട്ടാക്കി ഈ വിൻ ബോണ്ടിലും അല്ലെങ്കിൽ IO കൺട്രോളിലും കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സ്കിമാറ്റിക് ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ മുൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഇത് പറഞ്ഞത്. പക്ഷെ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ 5 വോൾട്ട് ഇതാണ് കപ്പാസിറ്റി. ഇവിടെ തന്നെ 5 വോൾട്ട് പറഞ്ഞത്. മൾട്ടിമീറ്റർ ബസ് മോഡിൽ ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ ഇത് ഇതുപോലുള്ളൊരു കമ്പോണൻസ് ഉണ്ടല്ലോ, ഈ ഒരു കമ്പോണൻസ് ആണ് ഈ 3 വോൾട്ടിന് ഇവിടെ നോർമലായിട്ട് വരാറുള്ളത്. ഇതേപോലെ 5 പിന്ന് വരുന്ന ഒരു കമ്പോണൻസ്. ആ മൾട്ടിമീറ്റർ ബസർ മോഡ് ഇട്ട് ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ബസർ മോഡ് കിട്ടും. ഇതിൽ നിന്നാണ് ഈ പറയുന്ന ENയിലേക്ക് 3 വോൾട്ട് കൊടുക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു IC കംപ്ലൈൻ്റ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഒരു IC ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 വോൾട്ട് കിട്ടില്ല. ഈ 3 വോൾട്ട് കിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഇനേബിൾ ആക്കാനുള്ള പിന്ന് വരികയുമില്ല. ഈ ഒരു IC ചെക്ക് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഈ ECICയുടെ പിൻ നമ്പർ 8 ചെക്ക് ചെയ്യാം. അപ്പോൾ ഓരോ കൊടുത്ത് നോക്കാം. പിൻ നമ്പർ 8 3.3 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഈ 3.3 വോൾട്ട് ഇവിടെ വന്നത് കൊണ്ട് തന്നെ ഇനി ഇവിടെ നമ്മൾ തൽക്കാലം ചെക്ക് ചെയ്യുന്നില്ല. കാരണം ആ വോൾട്ടേജ് എന്തായാലും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കട്ടായി പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി ഇതിന്റെ 3 വോൾട്ട് വരുന്ന VDD പിന്നോ അല്ലെങ്കിൽ VCC പിന്നെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് സ്കിമാറ്റിക് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞത് ഇതിന് തൊട്ടടുത്തുള്ള AC ബയസിൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഉണ്ട്. ഇനി ഇവിടുന്ന് ഈ ഒരു സിഗ്നൽ നമ്മുടെ SN06 എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന 3 വോൾട്ട് 5 വോൾട്ട് ICയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് ഒന്നെങ്കിൽ ഈ ന്യൂട്ടൺ കംപ്ലൈന്റ് ആയിരിക്കാം IO കൺട്രോളർ, അതല്ലെങ്കിൽ ഈ ബയോസ് ആയിരിക്കാം. ഇപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് ചെക്ക് ചെയ്യാൻ ഇതാണോ ഇതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം ബയോസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ബയോസും ചെയ്ത് നോക്കാം. ഇത് പറയാൻ കാരണം ഇത് റീപ്ലേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞത് നമുക്ക് ബയോസ് ചെക്ക് ചെയ്ത് നോക്കാം. ബയോസ് ചെയ്തിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ന്യൂട്ടൺ കംപ്ലൈന്റ് ആയിരിക്കും, IO കൺട്രോളർ കംപ്ലൈന്റ് ആയിരിക്കും. ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഈ ഒരു ബയോസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഓൾറെഡി ഉള്ള സിസ്റ്റത്തിലുള്ള ബയോസ് ബാക്കപ്പ് ചെയ്യണം. ഏത് ബയോസ് ചെയ്യുകയാണെങ്കിലും ആദ്യം ബാക്കപ്പ് ചെയ്യണം നിർബന്ധമാണ്. ഈ നമ്മുടെ മുമ്പ് ഞാൻ കോപ്പി ചെയ്ത് വെച്ച ബയോസ്, അതായത് വേറെ വർക്കിംഗ് സിസ്റ്റത്തിന് കോപ്പി ചെയ്ത ബയോസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെ മുമ്പ് കോപ്പി ചെയ്ത് വെച്ച വർക്കിംഗ് ബയോസ് കേട്ടോ. 100% വർക്കിംഗ് ആയിട്ടുള്ള ബയോസാണ്, ബാക്കപ്പ് ചെയ്ത് വെച്ച ബയോസുകളാണ്. ഇത് നമ്മുടെ ഈ ബയോസ് ചിപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. റേറ്റ് ചെയ്യാൻ പോവാണ്.
സെലക്ട് ചെയ്തു. ഇനി നമ്മൾ പ്രോഗ്രാം ചെയ്ത നമ്മുടെ ബയോസ് തിരിച്ചു വെക്കുകയാണ്. നമുക്കൊന്നൊരു പവർ കൊടുത്ത് നോക്കാം. സിസ്റ്റം ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ആദ്യം സിസ്റ്റം ഓൺ ആകുമോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയണമല്ലോ. പവർ കൊടുത്തിട്ടുണ്ട്, പവർ എടുത്തിട്ടുണ്ട്, സെയിമാണ് പവർ. പവർ ബട്ടൺ ഇതാണ്. ഓൺ ചെയ്ത് നോക്കാം. ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് പവർ എടുത്തിട്ടുണ്ട്. 1.1 ആംപിയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബയോസ് ചെയ്തുകൊണ്ട് വന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്, സിസ്റ്റം റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഡിസ്പ്ലേ വരുമായിരിക്കും. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആ മാറ്റം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു 3 വോൾട്ട് 5 വോൾട്ടിലാണ്. 3 വോൾട്ട് 5 വോൾട്ട് IC-യിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളത്. ബയോസ് ചെയ്യുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടെ അറിയണ്ടേ. അല്ലാതെ വെറുതെ ബയോസ് ചെയ്യാന്നുള്ള കാര്യമില്ലല്ലോ. ബയോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്ത്, ഞാൻ വീണ്ടും പവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ 3 വോൾട്ട് 5 വോൾട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഇതായത് നേരത്തെ നമ്മൾ പറഞ്ഞ 3 വോൾട്ട് 5 വോൾട്ട് 5 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഇനി ഇത് 3 വോൾട്ട് ഉണ്ടായിരിക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. ഈ 3 വോൾട്ട് ഇവിടെ ഇപ്പോൾ വന്നു ബയോസ് ചെയ്തുകൊണ്ട്. എങ്ങനെ ഈ ബയോസ് ചെയ്ത് വന്നതെന്ന് കൂടെ ചെക്ക് ചെയ്യാം. പിൻ നമ്പർ 14, പിൻ നമ്പർ 27, ഈ രണ്ട് പിന്നാണ് നേരത്തെ പറഞ്ഞത്. ആ പിൻ നമ്പർ ഓർമ്മ ഉണ്ടായിരിക്കണം. പിൻ നമ്പർ 14, പിൻ നമ്പർ 14 ചെക്ക് ചെയ്ത് നോക്കാം. പിൻ നമ്പർ 14-ൽ 3.2 വോൾട്ട് ഉണ്ട്. ഓക്കെ, ഇനി പിൻ നമ്പർ 27 ചെക്ക് ചെയ്യാം. പിൻ നമ്പർ 27-ലും ഈ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വോൾട്ടേജ്, അതായത് 3 വോൾട്ട് 5 വോൾട്ട് ഇനേബിൾ ആക്കാനുള്ള വോൾട്ടേജ് നേരത്തെ വന്നിട്ടില്ല. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആ വരുന്ന വോൾട്ടേജ് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ IO കൺട്രോളറായ നുവോട്ടോ എന്നാണ് വരുന്നത്. ആ നുവോട്ടോയുടെ വരാതിരിക്കാനുള്ള കാരണം ഇതിൻ്റെ EC ബയോസിൽ വന്ന പ്രശ്നം കൊണ്ടാണ്. ഉറപ്പിക്കുന്നതിന് മുന്നേ ഇതിൽ വോൾട്ടേജ് ഉണ്ടോ ചെക്ക് ചെയ്യണം. ഇതിന് വോൾട്ടേജ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വോൾട്ടേജ് വരുന്ന ഭാഗം ഞാൻ കാണിച്ചു തന്നു. ആ 5 വോൾട്ട് ഈ IC-ന്ന് വരുന്ന 5 വോൾട്ട്, ഈ ഒരു IC-ന്ന് വരുന്ന 5 വോൾട്ട് റെഗുലേറ്റ് ചെയ്ത് 3 വോൾട്ട് ഈ ഒരു IC ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ഈ ഒരു IC-യിലേക്ക് അല്ലെങ്കിൽ ഈ ബയോസിലേക്ക് 3 വോൾട്ട് 5 വോൾട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 3 വോൾട്ട് 5 വോൾട്ട് വന്നിട്ട് 3 വോൾട്ട് വന്നിട്ടെന്ന് ഉറപ്പിക്കണം. 3 വോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ IC-യിലേക്ക് 3 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് ഇനേബിൾ ആക്കാനുള്ള സിഗ്നൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിൻ നമ്പർ 14 പിൻ നമ്പർ 27 വോൾട്ടേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ചാൻസ് ഈ EC ബയോസിനായിരിക്കും. ഇതിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് വരുന്ന കംപ്ലൈന്റ് നമ്മുടെ ഈ IC ആയിരിക്കും. ആദ്യം നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ ഒരു IC ചേഞ്ച് ചെയ്ത് നോക്കുക. ഈ IC അല്ല, ഇതിന്റെ ബയോസ് ചേഞ്ച് ചെയ്ത് നോക്കുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൂടുതൽ കംപ്ലൈന്റ് വരുന്നത് ഈ ഒരു ബയോസ് IC തന്നെ EC ബയോസിനാണ്. അപ്പോൾ ഈ ബയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, സിസ്റ്റം ഓക്കെ ആയിട്ടുണ്ട്. തൽക്കാലം സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്, സിസ്റ്റം ഡെഡ് ആയിരുന്നു പക്ക. ഇപ്പോൾ സിസ്റ്റം വർക്കിംഗ് ആണ്, സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ ചെക്ക് ചെയ്താൽ മതി, ഏകദേശം ഡിസ്പ്ലേ വരും ഉറപ്പാണ്. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടിയുണ്ട്, അതുകൊണ്ട് തൽക്കാലം വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വല്ല ഭാഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ഈ 3 വോൾട്ട് 5 വോൾട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതും 3 വോൾട്ട് 5 വോൾട്ട് അതെങ്ങനെ ഇനേബിൾ ആക്കുന്നതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.